സാമൂഹ്യ നിരീക്ഷകൻ സണ്ണി എം കബിക്കാട് ചേരുന്നു. ശ്രീ സണ്ണി എം കബിക്കാട്, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് ഈഴവനായതുകൊണ്ട് കഴക ചുമതലയിൽ നിന്ന് ബാലു എന്നയാളെ മാറ്റി ഓഫീസ് ചുമതല നൽകിയിരിക്കുന്നത്. അത് തന്ത്രിമാർ ദേവസ്വം ബോർഡിന് കത്ത് നൽകി ആ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അത് അംഗീകരിച്ചുകൊണ്ട് ഓഫീസ് ചുമതലയിലേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം അത് ഉത്സവമായതുകൊണ്ട് ചില വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മാറ്റിയത് എന്നാണ്. പക്ഷേ ജാതി വിവേചനം, ഈ കാലത്തും ജാതി വിവേചനം ഇപ്പോഴും കൃത്യമായി തന്നെ നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ തെളിവല്ലേ അവിടെ നടന്നത്? ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവ് മാത്രമല്ല, ജാതി വിവേചനം പുലർത്തിക്കൊണ്ടു പോകുന്നതിൽ തെറ്റില്ല എന്ന് ഗവൺമെന്റ് സ്ഥാപനം ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ. വ്യക്തികൾ ഒരുപക്ഷെ പഴഞ്ചൻ ആചാരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടും. പക്ഷെ ഒരു ഗവൺമെന്റ് ഏജൻസി അതെന്തിനാണ് സമ്മതിക്കുന്നത്? അവിടെയാണ് ചോദ്യം കിടക്കുന്നത്. അപ്പോ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ കൂടൽമാണിക്യ ക്ഷേത്രം നേരത്തെ തന്നെ അയിത്തത്തിന്റെ കാര്യത്തിൽ, ജാതി വിവേചന കാര്യത്തിൽ കുപ്രസിദ്ധി ആർജിച്ചൊരു ക്ഷേത്രമാണ്. പല സംഭവവികാസങ്ങളും ഇതിനു മുൻപും അവിടെ ഉണ്ടായിട്ടുണ്ട്. പല സമരങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. ഇവിടെയുള്ളൊരു പ്രശ്നം, ദേവസ്വം ബോർഡ് നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനെ, കഴകക്കാരനായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചതെങ്കിൽ ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തമുണ്ട് ആ കഴകക്കാരനുള്ള പോസ്റ്റിൽ അയാളെ നിലനിർത്താൻ. ആര് പറഞ്ഞിട്ടാണ് മാറ്റിയത്? അപ്പൊ തന്ത്രി സമാജം പറഞ്ഞിട്ടാണ് മാറ്റിയത്. തന്ത്രി സമാജം എന്ത് ന്യായമാണ് പറഞ്ഞത്? ഇത് വിശദീകരിക്കാൻ നമ്മളുടെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്. നമ്മളോട് പറയണം ഇന്ന കാരണത്താലാണ് മാറ്റിയതെന്ന്. അപ്പൊ ഇതൊന്നും അല്ല കാര്യം. ജാതി വിവേചനം ക്ഷേത്രങ്ങളിൽ പാലിക്കാൻ ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുന്നു. ഇതാണ് പ്രശ്നം. അതാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളതല്ല. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിൽ ഈഴവരോ അതിൽ താഴെ എന്ന് ഗണിക്കപ്പെടുന്ന ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് നിയമിക്കപ്പെട്ടാൽ അവരെ ആ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക, അവരുടെ വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തുക, ക്ഷേത്രത്തിനകത്ത് കയറിയ കയ്യും കാലും വെട്ടിക്കളയുന്ന ഭീഷണിപ്പെടുത്തുന്ന ഹിന്ദുത്വവാദികൾ ഇവിടെയുള്ള സ്ഥലമാകുകയുള്ളൂ. അത് പുതിയ കാര്യമൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം ഗവൺമെന്റ് ഇതിനകത്ത് എടുക്കുന്ന പോളിസിയിൽ ഗുരുതരമായ ജനാധിപത്യ ലംഘനമുണ്ട്. ഒരു വിശ്വാസിയുടെ ദേവസ്വം ബോർഡ് നിയമിച്ച ഒരാളിനെ ആ പോസ്റ്റിൽ നിലനിർത്തുന്നതിൽ എന്താണ് തകരാറെന്ന് ഗവൺമെന്റ് വിശദീകരിക്കണം. ദേവസ്വം ബോർഡ് വിശദീകരിക്കണം കേരളത്തിലെ ജനങ്ങളോട്. അവിടുത്തെ മൂന്നോ നാലോ തന്ത്രിമാർ, അല്ലെ കേരളത്തിൽ തന്ത്രി സമാജം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ സംഘടന, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവർ സമൂഹത്തിന്റെ മാന്യതയെ മാനിക്കാത്ത, സമൂഹത്തിന്റെ അന്തസ്സിനെ മാനിക്കാത്ത, വ്യക്തിയുടെ അന്തസ്സിന് വക കൊടുക്കാത്ത, ജാതിയെ മാത്രം പാലിക്കുന്ന, ജാതി പാലിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഒരു സംഘടനയുടെ ആവശ്യത്തിന് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഇതിന് വഴങ്ങി എന്നതാണ് ചോദ്യം. ഗവൺമെന്റ് അതുകൊണ്ട് തിരുത്തണം. അയാൾ അവിടെ തന്നെ നിയമിക്കണം. ഏത് തന്ത്രിയാണെന്നേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആരാണ് ഈ തന്ത്രിമാർ? അവർക്കാരാണ് ഈ അധികാരം കൊടുത്തത്? കേരളത്തിലെ കീഴ് സമൂഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യർ മുഴുവൻ ചവിട്ടിത്താഴ്ത്താനും അപമാനിക്കാനും ഉള്ള അവകാശം തന്ത്രി സമാജത്തിന് ആരാണ് കൊടുത്തത്? ഇതാണ് പൗരസമൂഹം അന്വേഷിക്കേണ്ട കാര്യം. അത് തന്ത്രി സമാജം നിലപാട് തിരുത്തണം. ജാതി ഇനിയും തുടരണമെന്ന് പറയാൻ പാടില്ല എന്ന് ശക്തമായ നിലപാടെടുക്കാൻ പൊതുസമൂഹത്തിന് കഴിയേണ്ടതുണ്ട്, ഗവൺമെന്റിനും കഴിയേണ്ടതുണ്ട്. ഇത് അനുവദിച്ചു കൊടുക്കാനാണ് ഉദ്ദേശം. ഇവിടെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലുള്ളപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ദേവസ്വം മന്ത്രി തന്നെയല്ലേ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടതും അല്ലെങ്കിൽ മാറ്റിയത് തെറ്റാണ് എന്ന് വ്യക്തമാക്കേണ്ടതും? തീർച്ചയായിട്ടും അത് ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനെ അപമാനിച്ചൊരു സ്ഥലമാണ് കേരളം. എന്നാലും എല്ലാവരും കൂടി പെട്ടെന്ന് അതങ്ങ് ക്ഷമിച്ചു കൊടുത്തു. ആ ക്ഷമാശീലം ജാതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാതി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ക്ഷമാശീലമാണത്. അത് കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഒരു തരത്തിലും ഒരു രീതിയിലും ഗവൺമെന്റ് ഏജൻസികളെങ്കിലും ഈ ജാതിശീലങ്ങളെ മറികടക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഉത്തരവ് നടപ്പിലാക്കണം. അത് തന്ത്രി സമാജം പറഞ്ഞു, ഒരു സമരവുമില്ല. 10-40 ദിവസമായിട്ട് സ്ത്രീകൾ സമരം ചെയ്യുക. അത് തിരിഞ്ഞു നോക്കാത്ത ഗവൺമെന്റ് തന്ത്രി സമാജത്തിന് ഒറ്റ കത്തിൽ ഇതിനെ പെട്ടെന്ന് ചാടിക്കൊരു തീരുമാനമെടുത്തത്. അപ്പൊ ഇത് ഇടതുപക്ഷമൊക്കെ വലതുപക്ഷമാണെന്നുള്ളത്, ഇടതുപക്ഷം വലിയ വിപ്ലവകാരികളാണെന്നൊക്കെ പറഞ്ഞ ശുദ്ധ അസംബന്ധവും ഒരു പറ്റിക്കലുമാണെന്നുള്ളൊരു തെളിവുകൂടിയാണ് ഈ നടപടി. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി വിശദീകരിക്കണം എന്താണ് സംഭവിച്ചതെന്ന്. കേരളത്തിലെ ജനങ്ങളോട് പറയാൻ അത് ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിൽ ജാതി വിവേചനം നടക്കുന്നു.
അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് വിശദീകരിക്കണ്ടേ? തീർച്ചയായും വേണം, അത് വിശദീകരിക്കേണ്ടത് ദേവസ്വം മന്ത്രി തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ സണ്ണി എം കബിക്കാട് പ്രതികരിച്ചതിന്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് കഴകക്കാരന് ജാതി വിവേചനം നേരിടേണ്ടി വന്നത്. റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമിച്ച ബാലുവിനെയാണ് ഓഫീസിലേക്ക് മാറ്റിയത്. അത് തന്ത്രി വാര്യർ സമാജം എതിർപ്പിനെ തുടർന്നാണ് അങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്.